മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ അല്ലെ. നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും ഈ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ അതിൽ എന്താണ് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നിങ്ങൾ CBSE മക്കളാണല്ലേ, അപ്പൊ നിങ്ങൾക്കറിയാം കുറെ ട്വിസ്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനെ പേടിയില്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഡീല് ചെയ്യാൻ അല്ലെങ്കിൽ നേരിടാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള, അതായത് കേസ് ബേസ്ഡ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് പോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദിക്കാം എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒട്ടും തന്നെ സമയം കളയാതെ. ഓക്കെ അല്ലേടാ? നോക്കിക്കേടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു എന്താണ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഡൈവേർജന്റ് എവല്യൂഷൻ, എന്താണ് കൺവേർജന്റ് എവല്യൂഷൻ എന്നൊക്കെ അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കടാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻസ് ഇസ് എ കറക്റ്റ് എക്സാമ്പിൾ ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഡൈവേർജന്റ് എവല്യൂഷൻ എന്താണ്, കൺവേർജന്റ് എവല്യൂഷൻ എന്താണ് അല്ലെ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഡൈവേർജന്റ് എവല്യൂഷനിൽ കാരണമാണ് ഹോമോലോഗസ് ഓർഗൻസ് വന്നത്, കൺവേർജന്റ് എവല്യൂഷൻസ് കാരണമാണ് അനലോഗസ് ഓർഗൻസ് വന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇതിൽ കൺവേർജന്റ് എവല്യൂഷനുള്ള എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് ആൻഡ് പ്ലാസെന്റൽ മാമൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് ഏതാണ് വരുന്നത്? 4th ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കേ, നമ്പർ അല്ലെങ്കിൽ ആൻഡ് ഈറ്റർ ആണ്. എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് എക്സാമ്പിൾ ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഡൗട്ടും ഇല്ലാതെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു 4th ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കടാ. ഒരു ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ, ഈ ഗ്രാഫ് ഒക്കെ എന്താണ്, ഇതിനെ എങ്ങനെയാണ് ആൻസർ ചെയ്യുക, ക്വസ്റ്റ്യന്റെ ലെങ്ത് കണ്ടിട്ട് കുറച്ച് വലുതാണല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അല്ലേ. പക്ഷെ നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് ആ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ കൂടി ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഹിന്റ് പോലെ എങ്ങനെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയാലോ. ഓക്കെ അല്ലേ? നോക്കിക്കേടാ, ദ ഗ്രാഫ് ഗിവൺ ഷോസ് ദ റേഞ്ച് ഓഫ് വേരിയേഷൻ എമംഗ് പോപ്പുലേഷൻ മെമ്പേഴ്സ്. കണ്ടോ, ഈ ഗ്രാഫ് കാണിക്കുന്നത് എത്ര വേരിയേഷൻസ് ഒരു പോപ്പുലേഷനിൽ ഉണ്ടായി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫോർ എ ട്രേറ്റ് ഡിറ്റർമൈൻഡ് ബൈ മൾട്ടിപ്പിൾ ജീൻസ്, ഒരുപാട് ജീനുകൾ ഉണ്ട്, അതിന് ചെയ്യുന്ന ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദിസ് പോപ്പുലേഷൻ ഇസ് സബ്ജക്റ്റഡ് ടു ഡിസ്റപ്റ്റീവ് സെലക്ഷൻ, നമ്മൾ 3 ടൈപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ പോർഷൻ പഠിച്ചപ്പോൾ 3 രീതിയിലുള്ള ഗ്രാഫിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റെബിലൈസിങ്, ഡയറക്ഷണൽ, അതേപോലെ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ഗ്രാഫ് എങ്ങനെയാ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഇതിപ്പം സപ്പോസ് ഇറ്റ് ഇസ് സബ്ജക്റ്റഡ് ടു ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ സെവറൽ ജനറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിക്കേടാ, ഫസ്റ്റ് പോപ്പുലേഷന്റെ ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റപ്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ 2 പീക്സ് വരുന്നുണ്ട് അല്ലെ. സിംഗിൾ പീക്ക് അല്ല, അവിടെ 2 പീക്ക് വരുന്നുണ്ട്. കറക്റ്റ് അല്ലേടാ? ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സൈഡിലേക്ക്, ഏത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രം ഒരു പീക്ക് വാല്യൂ എത്തുന്നതാണ്. ഡിസ്റപ്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 എക്സ്ട്രീംസുകളും സെലക്ട് ആവുന്ന ഒരു കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ 2 പീക്ക് അവിടെ വരുന്നുണ്ട്. സോ ഇവിടെ 2 പീക്ക് വരുന്ന ഓപ്ഷൻ ഏതാടാ? C അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന 2 പീക്ക് വരുന്നത്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ ആയില്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇതും എല്ലാം ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മില്ലറിന്റെ എക്സ്പെരിമെന്റ് ആണല്ലേ. മില്ലർ ഇലക്ട്രോഡ്സ് ഒക്കെ വെച്ച് പെർഫോം ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ. അത് എന്തിന്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെരിമെന്റ് ആണ്, എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ബൈ പ്രൊഡക്ട്സ് എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. നോക്കിക്കേടാ, ദ ഫിഗർ ഗിവൺ ബിലോ റെപ്രസെന്റ്സ് മില്ലേഴ്സ് അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ ഹിസ് എക്സ്പെരിമെന്റ്. അതിലെ 3 സബ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദ പർപ്പസ് ഓഫ് എക്സ് ഇൻ ഹിസ് സെറ്റപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് എക്സ് അവിടെ കൊടുത്തിരിക്കുന്നത്? എക്സ് ഈസ് ഇലക്ട്രോഡ്സ് അല്ലെ. ഇലക്ട്രോഡ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ പ്രിമിറ്റീവ് എർത്തിൽ ഉള്ളത് പോലെയുള്ള ഒരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇലക്ട്രോഡ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യെസ്, നോക്കിക്കേ, ദി ഇലക്ട്രോഡ്സ് എക്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് സിമിലർ ടു ദ ലൈറ്റ്നിങ് ഓൺ ദ പ്രിമിറ്റീവ് എർത്ത് ടു പ്രൊവൈഡ് ഹൈ ടെമ്പറേച്ചർ. കണ്ടോ, ഒരു ലൈറ്റ്നിങ് പോലെയുള്ള ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഹൈ ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്തുണ്ടായിരുന്നത്, ഇലക്ട്രോഡ്സ് ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അടുത്ത ചോദ്യം നോക്കിയടാ, നെയിം ദ കെമിക്കൽ ഫൗണ്ട് ഇൻ ദ സാമ്പിൾ ഡ്രോൺ ഫ്രം ഇസഡ്. ഇസഡിൽ നിന്ന് കിട്ടിയ സാമ്പിൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റിന് ശേഷം മില്ലർ ഒബ്റ്റെയിൻ ചെയ്തത് എന്ത് സാധനമായിരുന്നു, എന്ത് കെമിക്കലായിരുന്നു? നമുക്കറിയാം, ദാറ്റ് ഈസ് അമിനോ ആസിഡ്സ്. കറക്റ്റ് അല്ലേടാ? ലാസ്റ്റ് നോക്കിയേ, റൈറ്റ് ദ കൺക്ലൂഷൻ അറ്റ് ദ സയന്റിസ്റ്റ് അറൈവ്ഡ് അറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ് പ്രൂവ് ചെയ്തത്? മില്ലറിന്റെ എക്സ്പെരിമെന്റ് കൊണ്ടാണല്ലേ പ്രൂവ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ദ ഫോർമേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് സപ്പോർട്ടഡ് ബൈ ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടി. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ, വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ? നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ചാൾസ് ഡാർവിന്റെ സെഷനിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ള സാധനമാണ്. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ? അല്ലെ, റേഡിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇപ്പൊ സൂര്യനിൽ നിന്ന് റേഡിയേഷൻസ് പോകുന്നു, അതായത് ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് ഡിഫറെന്റ് സൈഡിലേക്ക് എന്താണ് റേഡിയേഷൻസ് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെ, അത് തന്നെയാണ് ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് എന്താണ് ഒരു ആൻസിസ്റ്ററിൽ നിന്ന് പല പല സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ സ്പീഷീസ് ആയിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയേറ്റ് ചെയ്ത് നീങ്ങി പോകുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, വെൻ ക്യാൻ അഡാപ്റ്റീവ് റേഡിയേഷൻ ബി റെഫർ ടു ആസ് കൺവേർജന്റ്? എപ്പോഴാണ് ഒരു അഡാപ്റ്റീവ് റേഡിയേഷനെ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേടാ, adaptive radiation, it is a process of evolution of different species in a given geographical area starting from a point and radiating to different points അല്ലെങ്കിൽ different areas എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, starting from a point and literally radiating to other geographical area. ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിമിലർ ഓർഗാനിസംസ് ആയിരുന്നു, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, പല പല സ്പീഷീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ് ആൻഡ് ലിറ്ററലി റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജോഗ്രഫി. ഇനി നോക്കിക്കേ, ഒന്നിൽ കൂടുതൽ അഡാപ്റ്റീവ് റേഡിയേഷൻസ് ഒരു സ്ഥലത്ത് ഒരു ഏരിയയിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കൺവേർജന്റ് എവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇനി എക്സാമ്പിൾ നോക്കിക്കേ, പ്ലാസന്റൽ വോൾഫ് ആൻഡ് ടാസ്മാനിയൻ വോൾഫ് മാർസുപ്പിയൽസ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ അല്ലേടാ? ഏത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു എക്സാമ്പിൾ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് എക്സാമ്പിളാണോ ഇഷ്ടമുള്ളത് ആ എക്സാമ്പിൾ നിങ്ങൾ എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ഓർ എനി അതർ കറക്റ്റ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ യെസ്, അഗെയിൻ നമുക്കൊരു ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. യെസ്, നോക്കിക്കേടാ, നാച്ചുറൽ സെലക്ഷൻ ഓപ്പറേറ്റ്സ് ഇൻ ഡിഫറെന്റ് വേസ് ഇൻ നേച്ചർ. അതിലെ ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിൽ നടന്ന മാറ്റങ്ങൾ അല്ലെ. ഡാർക്ക് വിങ്ഡ് മൂത്ത്, വൈറ്റ് വിങ്ഡ് മൂത്തിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതായത് എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിൽ എന്താണ് സംഭവിച്ചത്, അതിന് മുന്നേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ, ഈ രണ്ട് വെറൈറ്റീസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇൻ ഇംഗ്ലണ്ട് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ദ പോപ്പുലേഷൻ ഓഫ് ഡാർക്ക് വിങ്ഡ് മൂത്ത്സ് വെയർ മോർ ഫേവേർഡ് ദാൻ വൈറ്റ്. അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം എന്താ സംഭവിച്ചത്, ഡാർക്ക് വിങ്ഡ് വെറൈറ്റീസ് കൂടി വൈറ്റ് വിങ്ഡ് കുറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചപ്പോൾ നമ്മുടെ ട്രീ ട്രങ്ക്സിൽ ഫുൾ എന്താണ്, ഡാർക്ക്, അവിടെ പൊല്യൂഷൻ ഒക്കെ വന്നിട്ട് ഡാർക്ക് കളേർഡ് ആയിട്ട് മാറി. സോ ഡാർക്കിനെ ആർക്ക് സ്പോട്ട് ചെയ്യാം, അല്ല ഡാർക്ക് വിങ്ഡ് മോത്ത് എന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നതല്ലേ. അപ്പൊ പ്രിഡേറ്റേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അവിടെ കോൺട്രാസ്റ്റിംഗ് കളർ ഉള്ള ആളെ മാത്രമേ സ്പോട്ട് ചെയ്യുള്ളൂ, വൈറ്റിനെ മാത്രമേ സ്പോട്ട് ചെയ്യുള്ളൂ. ഫസ്റ്റ് ടൈമിൽ എന്താ സംഭവിച്ചത്, പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ സമയത്ത്, അതായത് ട്രീ ട്രങ്ക്സിലൊക്കെ വൈറ്റ് കളേർഡ് ലൈക്കൺസ് ഉണ്ടായിരുന്നു, പൊല്യൂഷൻ ഒക്കെ മുന്നേ കേട്ടോ. അപ്പൊ ആ സമയത്ത് വൈറ്റിനെ നമ്മൾ സ്പോട്ട് ചെയ്യില്ല, ഡാർക്കിനെ നമ്മൾ സ്പോട്ട് ചെയ്തു. സോ ഡാർക്കിന്റെ എമൗണ്ട് കുറഞ്ഞു, വൈറ്റിന്റെ എമൗണ്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഇനി പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിൽ എന്താണ് സംഭവിച്ചത്, ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന സൂട്ട്, പുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാര്യം ട്രീ ട്രങ്ക്സിന് കറുത്ത കളറായിട്ട് മാറി. സോ അങ്ങനെ നോക്കുമ്പോൾ ഡാർക്ക് വിങ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ പോയി ഒളിച്ചിരുന്നു, സോ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ വൈറ്റ് വിങ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പൊ എന്ത് ചെയ്തു, സ്പോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ എങ്ങനെ ആൻസർ എഴുതടാ, ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ട്രീ ട്രങ്ക് ബിക്കേം ഡാർക്ക് ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് സൂട്ട് ആൻഡ് സ്മോക്ക് സോ ദാറ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് വിങ്ഡ് മോത്ത്സ് കുഡ് സർവൈവ് ബെറ്റർ ദാൻ ദ വൈറ്റ്, സോ പോപ്പുലേഷൻ ഓഫ് ഡാർക്ക് വിങ്ഡ് മോത്ത് ഇൻക്രീസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഡെപിക്റ്റഡ് ഇൻ ദ ഗ്രാഫ് എബോ. ഇതിലെ ഏത് നാച്ചുറൽ സെലക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ വൈറ്റ് വിങ്ഡിനെ ഫേവർ ചെയ്തിട്ടും ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഡാർക്ക് വിങ്ഡിനെ ഫേവർ ചെയ്തിട്ടുമാണ് ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ പോകുന്നത് അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഏത് കാറ്റഗറിയിൽ പെടുത്താം, ഡയറക്ഷണലിൽ പെടുത്താം അല്ലെ. അതായത് സംടൈംസ് നമ്മളെ പീക്ക് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്, അല്ലെങ്കിൽ സംടൈംസ് ദ പീക്ക് വിൽ ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ റൈറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലേ. രണ്ട് ഗ്രൂപ്പ്സ് ഇല്ലേ, ഒരു പർട്ടിക്കുലർ പീരീഡ് ഒരു ടൈമിൽ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് പീക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേടാ? യെസ്. അടുത്ത് നോക്കിക്കേ, സ്റ്റേറ്റ് ഹ്യൂഗോ ഡിവ്രൈസ് തിയറി ഓഫ് മ്യൂട്ടേഷൻ. ഹ്യൂഗോ ഡിവ്രൈസിന്റെ മ്യൂട്ടേഷൻ തിയറിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്,
ഒരു സിംഗിൾ സ്റ്റെപ്പിൽ വരുന്ന വലിയ മ്യൂട്ടേഷൻ ആണ് പുതിയ പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നതെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഹ്യൂഗോ ഡിവരീസ്. അതാണ് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ലീഡ്സ് ടു സ്പീസിയേഷൻ നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഹ്യൂഗോ ഡിവരീസിന്റെ മ്യൂട്ടേഷൻ തിയറി എന്ന് പറഞ്ഞാലും. നോക്കിക്കേ, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ഓർ സോൾട്ടേഷൻ ലീഡ്സ് ടു സ്പീസിയേഷൻ. ആ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷനെയാണ് നമ്മൾ സോൾട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മളോട് അതിന്റെ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അതായത് ഡാർവിൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നാച്ചുറൽ സെലക്ഷന്റെ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതേപോലെ ഹ്യൂഗോ ഡിവരീസും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ഹ്യൂഗോ ഡിവരീസിന്റെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് തന്നെ എഴുതാം. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ലീഡ്സ് ടു സ്പീസിയേഷൻ. കണ്ടോ, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ കോസസ് എവല്യൂഷൻ. ഇവിടെ എന്താണ്? ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ് എവല്യൂഷൻസ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ഡാർവിന്റെ കേസിൽ. അടുത്ത ഈ ഹ്യൂഗോ ഡിവരീസിന്റെ കേസിലാണെങ്കിൽ മ്യൂട്ടേഷൻസ് റാൻഡമും ആണ്, ഡയറക്ഷൻലെസ് ആണ്. അതായത് ഇന്ന പോലെ നടക്കും, ഇന്ന പോലെ സംഭവിക്കുള്ളൂ, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഇറ്റ് ഹാപ്പൻസ് റാൻഡംലി, നമ്മൾ വിചാരിക്കാതെ പോലെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഡാർവിന്റെ കേസിൽ അവർ ഡയറക്ഷണൽ ആയിരുന്നു, നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ആൻഡ് ദേ ആർ സ്മോൾ, ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇനി എന്താണ് ഈ എവല്യൂഷൻ? കണ്ടോ, ഹ്യൂഗോ ഡിവരീസിന്റെ സിംഗിൾ സഡൻ ആയിട്ടുള്ള എന്താണ് മ്യൂട്ടേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഡാർവിന്റെ കേസിലാണെങ്കിൽ എവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്, അതായത് ഒരുപാട് സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഡാർവിൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ. പക്ഷെ നമ്മുടെ ഹ്യൂഗോ ഡിവരീസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സഡൻ, പെട്ടെന്നാണ് എന്ത് സംഭവിക്കുന്നത്? എവല്യൂഷൻ സംഭവിക്കുന്നതെന്നാണ് നമ്മുടെ ഹ്യൂഗോ ഡിവരീസ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേടാ ഇത്രയും കാര്യങ്ങൾ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കടാ. ഹൗ ഡസ് ദ പ്രോസസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എഫക്ട് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം? എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ്. നമുക്ക് 3 ഗ്രാഫ് മാത്രമേ പഠിക്കാനുള്ളൂ. ആ 3 ഗ്രാഫ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതായത് ഫസ്റ്റ് വൺ സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഒരു പീക്ക് വാല്യൂ അറ്റൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഡയറക്ഷണൽ. അതാണ് മിസ് പറഞ്ഞത്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താണ് സെലക്ട് ചെയ്യപ്പെടുമ്പോൾ അത് പീക്ക് ഇറ്റ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഒരു പീരീഡിൽ സെലക്ട് ആകുമ്പോൾ ഇറ്റ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് പീക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഡിസ്റപ്റ്റീവ്. ഡിസ്റപ്റ്റീവ് എന്ന് വെച്ചാൽ 2 എക്സ്ട്രീം ഉള്ള ആൾക്കാർ എന്താണ് ഹൈ വാല്യൂ അറ്റൈൻ ചെയ്യുക, അതായത് 2 പീക്സ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേടാ? ഈ 3 ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടും. അടുത്തത് യെസ്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ പല രീതിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ കൺവേർജൻ ആൻഡ് ഡൈവേർജൻ എവല്യൂഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പറയാം. ഇതിന് ഒരു എളുപ്പ വഴിയുണ്ട്. ഹോമോലോഗസ് ഓർഗൻസ് എന്ന് വെച്ചാൽ ഡൈവേർജൻ എവല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? HDAC എന്ന് പഠിക്കുക. അതായത് HD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോലോഗസ് ഓർഗൻ ഡൈവേർജൻ എവല്യൂഷൻ. AC എന്ന് പറഞ്ഞാൽ എന്താണ്? അനലോഗസ് ഓർഗൻ കൺവേർജൻ എവല്യൂഷൻ. അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാറില്ല കേട്ടോ. ഇനി ഹോമോലോഗസ് ഓർഗൻസ് വെച്ചാൽ എന്താണ്? അവരുടെ സ്ട്രക്ചർ സിമിലർ ആയിരിക്കും, പക്ഷെ അവരുടെ ഫംഗ്ഷൻ വ്യത്യാസമായിരിക്കും അല്ലെ. അനലോഗസ് നേരെ തിരിച്ചായിരിക്കും. അവരുടെ ഒറിജിൻ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അവരുടെ ഫംഗ്ഷൻസ് സെയിം ആയിരിക്കും. ഇതിനെല്ലാത്തിനും എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കിക്കേടാ ഡൈവേർജൻ എവല്യൂഷൻ നോക്കിക്കേ. യെസ്, വെൻ സെയിം സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് അലോങ് ഡിഫറെന്റ് ഡയറക്ഷൻസ് ഡ്യൂ ടു അഡാപ്റ്റേഷൻസ് ടു ഡിഫറെന്റ് നീഡ്സ്. അതാണ് അവിടെ ഫംഗ്ഷൻ വേറെയാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണെങ്കിലോ വെൻ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, കണ്ടോ അവരുടെ ഒറിജിൻ വ്യത്യാസം ഉണ്ടാവും, ഇവോൾവിംഗ് ഫോർ ദ സെയിം ഫംഗ്ഷൻ, അവിടെ ഫംഗ്ഷൻ ആയിരിക്കും സെയിം ആൻഡ് ഹെൻസ് ഹാവ് സിമിലാരിറ്റീസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഹോമോലോഗസ് ഓർഗൻ സ്ട്രക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ അവർ അനലോഗസ് സ്ട്രക്ചേഴ്സ്. അത് തന്നെയാണ് നമ്മുടെ എവല്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. യെസ്, ഒരു കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര എന്തോ വലിയ സംഭവം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. ദ മോസ്റ്റ് കൺവിൻസിംഗ് എവിഡൻസ് ടു ട്രേസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ആനിമൽസ് കം ഫ്രം ദ ബേസിക് സിമിലാരിറ്റീസ് സീൻ അറ്റ് മോളിക്കുലർ ലെവൽ. അതായത് മോളിക്കുലർ ലെവലിൽ വരുന്ന ഡിഫറൻസസ് വെച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടേബിൾ പഠിച്ചതിന് ശേഷം ഇവിടെ നമ്പർ ഓഫ് അമിനോ ആസിഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹീമോഗ്ലോബിൻ പോളിപെപ്റ്റൈഡ്, കുറച്ച് ആനിമൽസിന്റെ ഹീമോഗ്ലോബിനിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നമ്പർ വെച്ചിട്ടാണ് ഇവിടെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഹ്യൂമൻസും ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേടാ, ഇതിൽ മെക്കാക്കിന് 8 ഡിഫറൻസ് ആണ് കേട്ടോ. അവിടെ നമ്പർ ഓഫ് അമിനോസ് ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത ഡോഗിനാണെങ്കിൽ 32, ബേർഡിന് 45, ഫ്രോഗിന് 67, ലാംബ്രയ്ക്ക് 125. ഇതിൽ ഏത് കാറ്റഗറി ഓഫ് എവല്യൂഷനിലാണ്? അതായത് ഡ്യൂ ടു ദ എവല്യൂഷൻ റിലേഷൻഷിപ്പ് ബിലോങ്സ് ടു ഹ്യൂമൻസ് ആൻഡ് മെക്കാക്ക്. ഹ്യൂമൻസും മെക്കാക്കും ഏത് ഗ്രൂപ്പിലാണ്? അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ് അല്ലേ, 8 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത്
എന്ത് എഴുതാം? ദേ ബിലോങ്സ് ടു ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് അല്ലെ. അവരുടെ സ്ട്രക്ചേഴ്സ് ഒക്കെ സിമിലർ ആണ്, ഫംഗ്ഷൻസ് വ്യത്യാസമാണ്. ഹ്യൂമൻസും ഫ്രോഗും അതേപോലെ തന്നെയാണ്. കുറേ കാര്യങ്ങൾ എന്താണ് അവർ സിമിലർ ആണ്. നമ്മൾ 11th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ നമ്മുടെ ന്യൂറൽ ആയിട്ടുള്ള സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആയിട്ടുള്ള സിസ്റ്റംസ്, കംപ്ലീറ്റ് ഹോർമോൺ സിസ്റ്റംസ് എല്ലാം തന്നെ ഹ്യൂമൻസുമായിട്ട് സിമിലർ ആയിരിക്കും നമുക്കറിയാം അല്ലെ. സോ ഇത് രണ്ടും ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് കേട്ടോ വരുന്നത്. ഏത് എവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈവേർജന്റ് ആണ്. സ്ട്രക്ചേഴ്സ് ഏകദേശം സിമിലർ ആണ്, പക്ഷെ അവരുടെ ഫംഗ്ഷൻസിലാണ് എന്ത് ചെയ്യുക, വ്യത്യാസം വരിക. അതാണ് ഹോമോലോഗസ് ഓർഗൻസ്. അടുത്ത നോക്കിക്കേടാ, വാട്ട് ഡു ദ ബയോകെമിക്കൽ സിമിലാരിറ്റീസ് ഇൻ ഹീമോഗ്ലോബിൻ സജസ്റ്റ് അബൌട്ട് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ്? നമ്മുടെ ഈ ഒരു ബയോകെമിക്കൽ സിമിലാരിറ്റി ഉണ്ടല്ലോ ഹീമോഗ്ലോബിൽ, അത് ആക്ച്വലി എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? കോമൺ ആൻസിസ്ട്രി ആണ് അല്ലെ. അതായത് നമുക്കും അതേപോലെ തന്നെ ഇവർക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയധികം സിമിലാരിറ്റീസ് വരുന്നത്. ചിന്തിച്ചാൽ തന്നെ അറിയുന്ന കാര്യം തന്നെയല്ലേടാ. ഇനി നോക്കിക്കേ, ഇതിൽ ഏത്, അതായത് ലാംപ്രീസ് ഓർ മെക്കാക്ക് ആണോ അതോ വിച്ച് വൺ ഓഫ് ദ ടു, ലാംപ്രീസ് ആണോ മെക്കാക്ക് ആണോ നമ്മുടെ ഹ്യൂമനുമായിട്ട് കൂടുതൽ റിലേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം മെക്കാക്ക് ഈസ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. നോക്കിക്കേ, മെക്കാക്കിന് 8 ഡിഫറൻസേ ഉള്ളൂ, പക്ഷെ ലാംപ്രയ്ക്ക് 125 അമിനോ ആസിഡ് ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഡിഫറൻസ് ഉള്ളത് ആർക്കാണ്? മെക്കാക്കിനാണ്. സോ അത് തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത്. കണ്ടോ, മെക്കാക്ക് ഈസ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഹ്യൂമൻസ് ദാൻ ദ ലാംപ്രേ ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് അമിനോ ആസിഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് മെക്കാക്ക് ഈസ് ലെസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹ്യൂമൻ ആൻഡ് മെക്കാക്കിന് കൂടുതൽ എന്തുണ്ട്, ബയോകെമിക്കൽ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം കേട്ടോ. 2 രീതിയിലുള്ള ആൻസറിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവർ തമ്മിലുള്ള അമിനോ ആസിഡ് ഡിഫറൻസ് കുറവാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബയോകെമിക്കൽ സിമിലാരിറ്റീസ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, ആൻസർ ആയിട്ട് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ, ഇതും ഒരുപാട് തവണ നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ഒരു പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ 50 ഇൻഡിവിജ്വൽസ് ഉണ്ടടാ. അത് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ നമുക്കറിയാം ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ p² + 2pq + q² = 1 അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ p + q² എന്ന് എഴുതാം. കാര്യം ഈ സാധനത്തിനല്ലേ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേടാ, p + q² = 1 അല്ലെ. അപ്പൊ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് p + q = 1 നമുക്ക് കിട്ടി അല്ലെ. ഇനി നമുക്ക് p അറിയാം, q അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1 - p ചെയ്താൽ മതി അല്ലെ. ഇനി നമുക്ക് q അറിയാം, p അറിയില്ല അല്ലെ. അപ്പൊ 1 - p ചെയ്താൽ മതി. കറക്റ്റ് അല്ലേ? നോക്കിക്കേടാ, ഇതിലിപ്പം ക്യാപിറ്റൽ എയും സ്മോൾ എയും ആണ് ഇവിടെയുള്ള ജീൻ എന്ന് പറഞ്ഞാൽ. അതിൽ ക്യാപിറ്റൽ എനെ ഡിനോട്ട് ചെയ്യുന്നത് p² ആണ്, അതേപോലെ സ്മോൾ എനെ ഡിനോട്ട് ചെയ്യുന്നത് q² ആണ്. ഇനി എ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും ഉണ്ട് അല്ലെ. ഈ എ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് 2pq കൊടുക്കാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൽ ഈ കണ്ടീഷൻ ക്യാപിറ്റൽ ലെറ്റർ എ ഹോമോസൈഗസ് ഡൊമിനന്റ് ആണെങ്കിൽ അത് p² ആണ്. ഇനി നമ്മൾ സ്മോൾ ലെറ്റർ എ കൊടുക്കുകയാണെങ്കിൽ അത് q² ആണ്. ക്യാപിറ്റൽ എ സ്മോൾ എ ആണെങ്കിൽ ദാറ്റ് ഈസ് 2pq നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നോക്കിക്കേ, 2 അലീൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജീൻ ഫ്രീക്വൻസി ഓഫ് അലീൽ A 0.6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ p² നമുക്ക് 0.6 the whole square എഴുതാം. 2pq നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, ജീനോടൈപ്പ് ഫ്രീക്വൻസി ഓഫ് AA ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഇസ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത നമുക്ക് q² നമുക്ക് കണ്ടുപിടിക്കാം. അതായത് p എന്ന് പറഞ്ഞാൽ 0.6 ആണെങ്കിൽ q എന്ന് പറഞ്ഞാൽ 1 - 0.6 ആണ് അല്ലെ. ദാറ്റ് ഈസ് 0.4 എന്ന് നമുക്കറിയാം. സോ ദ ഹോൾ സ്ക്വയർ = 1. അപ്പൊ 2pq എന്നിട്ട് ഇവിടെ നമുക്ക് 0.36 കൊടുക്കാം. അതേപോലെ ഇവിടെ 0.16 കൊടുക്കാം. ദാറ്റ് ഈസ് 1. ഇനി 0.36 + 0.16 നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ യെസ് നമുക്ക് 0.52 എന്ന് കിട്ടി അല്ലേ. സോ 2pq + 0.52 = 1 എന്ന് കൊടുക്കാം. ഇനി 2pq എന്ന് പറഞ്ഞാൽ ഈ 1നെ നമ്മൾ എന്ത് ചെയ്യണം, യെസ് 1 - 0.52 എന്നാണ് നമുക്ക് കിട്ടുക കേട്ടോ. സോ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ നമുക്ക് 0.48 കിട്ടി. യെസ്, ഈ 0.48 ആയിരുന്നു നമുക്ക് വേണ്ടത്. ഇതിൽ ആൻസർ ഉണ്ടോ നോക്കാം. യെസ്, ഡി ആണ്. കണ്ടോ, 0.48 നമുക്ക് എന്ത് കിട്ടി, ആൻസർ ആയിട്ട് കിട്ടി. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ, ഹ്യൂമൻ എവല്യൂഷൻ എന്നുള്ള ചോദ്യമാണ്. അതായത് കുറെ സ്റ്റേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 15 മില്യൺ ഇയേഴ്സ് അഗോ, 3.4 മില്യൺ ഇയേഴ്സ് അഗോ, ഇങ്ങനെ കുറെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ ക്വസ്റ്റൻ, നെയിം 1 പ്രൈമേറ്റ് അബൌട്ട് 15 മില്യൺ ഇയേഴ്സ് അഗോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പ്രൈമേറ്റ്സ് വാക്കിംഗ് ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ചിമ്പാൻസീസ് എക്സിസ്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഏഡ് ആൻസർ ആയിട്ട് ഡ്രയോപിത്തിക്കസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് രാമാപിത്തിക്കസ് എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? യെസ്, പ്രൈമേറ്റ്സ് വാക്കിംഗ് ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ചിമ്പാൻസീസ് എന്നാണ് പറഞ്ഞത്. അതിൽ മോർ മാൻ ലൈക്ക് ആണെങ്കിൽ നമുക്ക് രാമാപിത്തിക്കസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രയോപിത്തിക്കസ് കൊടുക്കാം. ഇനി നോക്കിക്കേ,
നെയിം വൺ പ്ലേസ് വെയർ ഫോസിൽസ് ഓഫ് പ്രൈമേറ്റ്സ് വെർ ഡിസ്കവേർഡ് ഇൻ ഈസ്റ്റേൺ ആഫ്രിക്ക. ആ പ്ലേസിന്റെ പേരെന്തായിരുന്നടാ? എത്യോപ്യ നമുക്ക് എഴുതിക്കൂടെ, ടാൻസാനിയ നമുക്ക് എഴുതിക്കൂടെ, ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമുക്ക് ഇപ്പോൾ എത്യോപ്യ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാൻസാനിയ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അടുത്ത് നോക്കിക്കേ, നെയിം ദ ആൻസിസ്റ്റർ ദാറ്റ് ലിവ്ഡ് ഇൻ ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്സ് അബൌട്ട് 2 million years ago. അല്ലെ, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 million years ago ജീവിച്ചിരുന്ന ആൾക്കാർ ആരാടാ? ഓസ്ട്രലോപിത്തീഷ്യൻസ് ആണ് അല്ലെ. സോ ഓസ്ട്രലോപിത്തീക്കസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത, ദിസ് ഹോമിനിഡ് ഹാഡ് എ ബ്രെയിൻ സൈസ് ഓഫ് 900 cc, കണ്ടോ, ആൻഡ് പ്രോബബ്ലി 8 meat എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം ഹോമിനിഡ്, അതായത് 1.5 million years ago ഉണ്ടായിരുന്ന ഹോമിനിഡ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ദാറ്റ് ഈസ് ഹോമോ ഇറക്ടസ് ആണ് അല്ലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതും എളുപ്പമല്ലേ? ഇത് ഓരോരുത്തരെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ? യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കും അല്ലെ, ഇത് വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതും ചെറിയ ക്വസ്റ്റ്യൻ ആണ്, കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ, പാസേജ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എവല്യൂഷൻ തിയറി പ്രകാരം every evolutionary change involves the substitution of a new gene for the old one and the new allele arises from the old one. നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോഴേ പഴയത് മാറ്റിയിട്ട് പുതിയൊന്ന് വരികയാണ് അല്ലേ. സോ പഴയ അലീലിന് പകരം അവിടെ പുതിയ അലീൽ വന്നു. കണ്ടിന്യൂസ് അക്കമുലേഷൻ ഓഫ് ചേഞ്ചസ് ഇൻ DNA കോഡിംഗ് ഫോർ പ്രോട്ടീൻ ലീഡ്സ് ടു, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്ന ചേഞ്ചസ് കാരണം DNA നമുക്കറിയാം പ്രോട്ടീൻ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. സോ അത് തന്നെയാണ് ഈ എവല്യൂഷണറി ഡിഫറൻസസിന് കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കെമിക്കൽ കമ്പോസിഷൻ ഓഫ് DNA ഈസ് ബേസിക്കലി സെയിം, ബേസിക്കലി എല്ലാത്തിലും സെയിം ആണ്. പക്ഷെ ചില ഡിഫറൻസ്, ഇപ്പൊ നൈട്രജൻ ബേസിസിലൊക്കെ വരുന്ന ഡിഫറൻസസ് കാരണമാണ് ഇവർ മാറിപ്പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഗിവൺ ബിലോ ആർ ദ പെർസെന്റേജ് റിലേറ്റീവ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഹ്യൂമൻ DNA ആൻഡ് DNA ഓഫ് അതർ വെർട്ടിബ്രേറ്റ്സ്. ഇവർ തമ്മിലുള്ള പെർസെന്റേജ് സിമിലാരിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ചിമ്പാൻസി ആയിട്ട് 100% സിമിലർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗിബൺ, റീസസ് മങ്കീസ്, ലീമർ, ചീഷു, മൗസ്, ഹെഡ്ഗെഹോഗ്, ദെൻ ചിക്കൻ, ഇങ്ങനെയുള്ള കുറെ സ്പീഷീസ് വെർട്ടിബ്രേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ ജീൻ ഫോർ ദ ഓൾഡ് വൺ ആൻഡ് ന്യൂ അലീൽ അറൈസിസ്? ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? നമുക്കറിയാം ഒരൊറ്റ പോയിന്റിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ ഒരു ബേസ് പെയറിൽ വരുന്ന മാറ്റത്തിനൊക്കെ കൂടെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ. കറക്റ്റ് അല്ലേടാ? ഒരു ജീനിന് അല്ലെങ്കിൽ ഒരു സീക്വൻസിൽ വരുന്ന മാറ്റത്തിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അടുത്ത ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിക്കടാ. യെസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹോൾഡ്സ് ട്രൂ ഫോർ ദ ഡാറ്റ പ്രൊവൈഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഗ്രേറ്റർ ദ എവല്യൂഷണറി ഡിസ്റ്റൻസ് ഗ്രേറ്റർ ആർ ദ ഡിഫറൻസസ് ഇൻ നൈട്രജൻസ്. കറക്റ്റ് ആണ് അല്ലെ. എവല്യൂഷണറി ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് അത്രയും അവർ തമ്മിലുള്ള എന്താണ് നൈട്രജൻ ബേസിസ് വ്യത്യാസമുണ്ടെന്ന് നമുക്ക് എഴുതാം. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത, ലെസർ ദ എവല്യൂഷണറി ഡിസ്റ്റൻസ് ഗ്രേറ്റർ ആർ ദ ഡിഫറൻസ്. അത് റോങ് ആണ് അല്ലെ. എത്ര ഡിസ്റ്റൻസ് കൂടുന്നോ അത്രയും വ്യത്യാസങ്ങളും കൂടുന്നാണ് പറയുക. ഇനി ഗ്രേറ്റർ ദ എവല്യൂഷണറി ഡിസ്റ്റൻസ് ലെസർ ആർ ദ ഡിഫറൻസ്, അതും തെറ്റാണ്. അടുത്ത, ലെസർ, അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അവർ തമ്മിലുള്ള എന്തായിരിക്കും? നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള ഡിഫറൻസസും കുറവായിരിക്കും, അതും കറക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ എയോ അല്ലെങ്കിൽ ഡിയോ എന്തായിട്ട് എഴുതാം? ആൻസർ ആയിട്ട് എഴുതാം. നോക്കിക്കേ, ഗ്രേറ്റർ ദ എവല്യൂഷണറി ഡിസ്റ്റൻസ് ഗ്രേറ്റർ ആർ ദ ഡിഫറൻസസ് ഇൻ നൈട്രജൻ ബേസസ്, അല്ലെങ്കിൽ ലെസർ ദ എവല്യൂഷണറി ഡിസ്റ്റൻസ് ലെസർ ആർ ദ ഡിഫറൻസസ് ഇൻ ദ നൈട്രജനസ് ബേസസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും എന്താണ് ക്വസ്റ്റ്യൻസോട് കൂടി നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എല്ലാവർക്കും എന്താണ് ഈ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഏരിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉള്ളത്. പിന്നെ ഈ ലാസ്റ്റ് 2 കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഇൻവോൾവ് ചെയ്യിച്ചത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കോട്ടെ, ഈ രീതിയിലാണ് നിങ്ങൾക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തത്? കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തത്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ CBSE കുട്ടികളാണ്. 12th എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. സോ അതിനനുസരിച്ച് നിങ്ങൾ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്ട് ചെയ്യുക. ഒട്ടും തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്കൊരു അല്ലാത്ത ലെവൽ നിങ്ങൾക്ക് എന്താണ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലുള്ള പുതിയ കാണാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? തപ്പി പിടിച്ചിട്ട് അതിന് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.